ഇന്ന് നമുക്ക് ഗോതമ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റിനും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിനും ഒക്കെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പൊടിയാണ് വേണ്ടത്. ഇതേ അളവുകൾ വെച്ചിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഗോതമ്പൊടി ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കിട്ടും. മാത്രമല്ല ടേസ്റ്റിനും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ വേണം. 1/4 കപ്പ് കൊക്കോ പൗഡർ ആണ് എടുത്തിരിക്കുന്നത്, അഥവാ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഇനി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 2-3 തവണയെങ്കിലും നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചറിലേക്കാണ് നമ്മളിനി പാല് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1/4 കപ്പ് പാലാണ് വേണ്ടത്. ഇത് കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ആദ്യം ഇത് ചെറുതായിട്ട് കട്ട കിട്ടുന്നത് പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, സാവകാശം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ മതി, തനിയെ ശരിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചും ചെയ്യാം. അതായത് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പാലിലേക്കാണ് ഈ പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. കുറച്ച് നേരം ഒന്ന് സാവകാശം മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 3-1 കപ്പ് ഓയിലാണ് ചേർക്കേണ്ടത്. ചോക്ലേറ്റിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നത്. ഇതോടൊപ്പം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതുവരെ കേക്ക് പൊങ്ങി വരാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അത് അവസാനമാണ് ചേർക്കുന്നത്. അതിനു മുന്നേ നമുക്ക് നമ്മളുടെ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. പാലോ ചായയോ ഒക്കെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ സോസ് പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ചായപാത്രമായാലും മതി. പക്ഷേ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് തന്നെ എളുപ്പം ഉണ്ടാവും എടുക്കാനായിട്ട്. എന്നിട്ട് ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഇതുപോലൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മളിത് പ്രീഹീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു 5-6 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ പാത്രം ചൂടായി വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് വേണ്ട വിനീഗറും ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വീതമാണ് രണ്ടും എടുത്തിരിക്കുന്നത്. വിനീഗറിലേക്ക് ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രമേ ഇത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓവറായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാലും നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം ഈ പാത്രത്തിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ പാത്രത്തിന് നന്നായിട്ട് ചേർന്നിരിക്കുന്ന മൂടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എടുത്ത് മേലെ വെച്ചാലും മതിയാകും.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എനിക്കിത് 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റെഡിയായിട്ട് കിട്ടി. ചില സമയത്ത് നമ്മൾ എടുക്കുന്ന പാത്രം അനുസരിച്ചിട്ട് സമയത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും. 35-40 മിനിറ്റ് വരെ മാക്സിമം ആവാറുണ്ട്. എന്തായാലും ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പാത്രം തുറന്നു നോക്കാവൂ. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്കിൻ്റെ അടിഭാഗമായാലും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ടൈം നല്ല കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ബേസിക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റിനോ ചോക്ലേറ്റ് കേക്കിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബേസ് ആയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം ഒരുപാട് ചേർത്തിട്ടില്ല. ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കഴിഞ്ഞാലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.